സിസാർ തോമസിന് ആശ്വാസമായി ഹൈക്കോടതി വിധി. 2 ആഴ്ചയ്ക്കകം എല്ലാ ആനുകൂല്യവും നൽകണമെന്ന് ഹൈക്കോടതി. സാങ്കേതിക സർവകലാശാലയുടെ VC-ആയി ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചുമതലയേറ്റ സിസാർ തോമസിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടിക്ക് ഇപ്പോൾ തിരിച്ചടി വന്നിരിക്കുന്നു. സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിസാർ തോമസിന് ആശ്വാസകരമായി ഹൈക്കോടതി വിധി. റിപ്പോർട്ടർ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം ദേവരാജ്, എന്താണ് വിധിയുടെ കൂടുതൽ വിശദ വിവരങ്ങൾ? സിസാർ തോമസ് നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ VC-ആണ്, വൈസ് ചാൻസലറാണ്, താൽക്കാലിക വൈസ് ചാൻസലറാണ്. ഇവർ വിരമിച്ചിട്ട്, സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെയും സർക്കാർ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സിസാർ തോമസ് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് സിസാർ തോമസിന് ആശ്വാസകരമായ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ സിസാർ തോമസിന് എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. 2 ആഴ്ചയ്ക്കകം എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന സമയപരിധി കൂടി സർക്കാർ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. നേരത്തെ സിസാർ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ, അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് 2 വർഷമായിട്ടും സർക്കാർ എന്താണ് അന്വേഷിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്തത് എന്നുമായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം. ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പായി നേരത്തെ മാതൃസ്ഥാപനത്തെയും വകുപ്പിനെയും സിസാർ തോമസ് അറിയിച്ചില്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി. അതായത് നേരത്തെ ഗവർണർ സിസാർ തോമസിനെ സർക്കാരിന്റെ പട്ടിക മറികടന്ന ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി നിയമിച്ചിരുന്നു. അത് ചോദ്യം ചെയ്താണ്, അതാണ് സിസാർ തോമസിനെതിരെ നടപടിയായി സർക്കാർ വ്യാഖ്യാനിച്ചിരുന്നത്, ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഇതിലാണ് സർക്കാരിന് തിരിച്ചടിയാകുന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകുകയും ചെയ്തത്. നേരത്തെ സിസാർ തോമസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വിശദമായ വാദം കേൾക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിറക്കണം എന്ന കാര്യവുമായിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മിനിഞ്ഞാന്ന് വിശദമായ വാദം കേട്ടതും ഇന്ന് ഉത്തരവിന് വേണ്ടി മാറ്റിയതും. സിസാർ തോമസിന് ആശ്വാസകരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഗവർണറുടെ ഉത്തരവിന്റെ മാത്രം പിൻബലത്തിലാണ് സിസാർ തോമസ് ഡിജിറ്റൽ VC-യുടെ ചുമതല ഏറ്റെടുത്തതെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. പക്ഷെ അതൊന്നും ഒരാൾക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള കാരണമല്ല എന്നതാണ് ഹൈക്കോടതി ഈ വിധിയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇതിൽ നേരത്തെ പറഞ്ഞത് ജീവനക്കാരുടെ ബാധ്യതകൾ എന്തായാലും ശരി, അതെല്ലാം അവർ വിരമിക്കുന്നതിന് മുൻപ് തന്നെ കണക്കുകൂട്ടുകയും വിരമിക്കുന്ന ദിവസം അവർക്ക് നൽകുകയും വേണം എന്നതാണ്. സിസാർ തോമസിന്റെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സിസാർ തോമസ് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്മേൽ ഹൈക്കോടതി ഒരു നടപടി അല്ലെങ്കിൽ ഉത്തരവ് തന്നെ ഇറക്കുകയും ചെയ്തത്. ഇതനുസരിച്ച് സർക്കാരിന് 2 ആഴ്ചയ്ക്കകം വിരമിക്കൽ ആനുകൂല്യങ്ങൾ സിസാർ തോമസിന് നൽകേണ്ടി വരും. അങ്ങനെ നൽകിയില്ല എങ്കിൽ അത് ഒരു കോടതി ലക്ഷ്യ ഹർജിയായി ഹൈക്കോടതിയുടെ തന്നെ മുന്നിലേക്ക്, ഈ ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ മുന്നിലേക്ക് വരികയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്യാം ദേവരാജ്, 2023 മാർച്ച് 31-നാണ് ഡിജിറ്റൽ സർവകലാശാലയിലെ VC-ആയി പിന്നീട് സാങ്കേതിക വിദ്യാഭ്യാസ സീനിയർ ജോയിന്റ് ഡയറക്ടറായ സ്ഥാനത്തെത്തി വിരമിക്കുന്നത് സിസാർ തോമസ്. അന്ന് മുതലുള്ള പെൻഷനും കുടിശ്ശികയുമാണ് കൊടുക്കേണ്ടത്. 2023 മാർച്ച് 31-ാം തീയതി 2022-ലാണ് സിസാർ തോമസിന്റെ നിയമനം ഗവർണർ നടത്തുന്നത്. ഡിജിറ്റൽ സർവകലാശാല ഡോക്ടർ സിസാർ തോമസ് നിലവിലല്ല. ഡോക്ടർ സിസാർ തോമസ് ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ഈ ഗവർണറുടെ ഉത്തരവ് പാലിച്ചുകൊണ്ട് ഈ ചുമതല ഏറ്റെടുത്തപ്പോഴാണ്, താൽക്കാലിക ചുമതല ഏറ്റെടുത്തപ്പോഴാണ് സർക്കാരിൻ്റെ കണ്ണിലെ കരടായി തീരുന്നത്. അതിനുശേഷം ഒരു പരാതി നൽകി, അതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ആ ഉത്തരവാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. നേരത്തെ സിസാർ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത നടപടി ചോദ്യം ചെയ്ത് സിസാർ തോമസ് ആദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നതായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി. പക്ഷേ ഈ വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായില്ല. തുടർന്നാണ് സിസാർ തോമസ് ഹർജിയുമായി, അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ വിശദമായി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വാദം കേൾക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തത്. അത് സർക്കാർ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ തുക, ഗ്രാറ്റുവിറ്റി തുക ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും
2 ആഴ്ചക്കകം നൽകണമെന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ അല്പസമയം മുമ്പ് വിധി പറഞ്ഞത്. സിസ തോമസിന് ആശ്വാസകരമാണ്, സർക്കാരിന് തിരിച്ചടിയാണ്. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആണ് സിസ തോമസ്. സിസ തോമസ് നേരത്തെ സാങ്കേതിക സർവകലാശാലയുടെ VC ആയി താൽക്കാലിക VC ആയിട്ട് വരുന്നിരുന്നു. ആ സമയത്ത് സർക്കാരിന്റെ കണ്ണിലെ കരടായി. ആ സാഹചര്യത്തിലാണ് 2023 മാർച്ച് 21 പേരന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യത്തിൽ സിസ തോമസിന് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ നിലവിൽ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആണ്. സാങ്കേതിക സർവകലാശാല VC ആയി താൽക്കാലികമായി വരുന്ന ഘട്ടത്തിലാണ് സർക്കാരിന്റെ കണ്ണിലെ കരടാവുന്നത്. സർക്കാരിന്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് അന്ന് ഡോക്ടർ സിസ തോമസിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൽക്കാലിക ചുമതലയിൽ സാങ്കേതിക സർവകലാശാലയുടെ VC ആയി നിയമിക്കുന്നത്. അതിനുശേഷം പേരന്റ് ഡിപ്പാർട്ട്മെന്റിൽ സാങ്കേതിക വകുപ്പിൽ തിരിച്ചെത്തി വിരമിച്ചിട്ടും 2023 മാർച്ച് 31 ശേഷം പെൻഷൻ ആനുകൂല്യങ്ങളടക്കം തടഞ്ഞുവെക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇതിന് എതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഡോക്ടർ സിസ തോമസ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ആ ഉത്തരവ് പക്ഷേ സർക്കാർ നടപ്പിലാക്കിയില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഡോക്ടർ സിസ തോമസിന് അനുകൂലമാകുന്നു, സർക്കാരിന് തിരിച്ചടിയാവുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം ഡോക്ടർ സിസ തോമസിന് നൽകണം എന്നാണ് ഉത്തരവ്. ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ സിസ തോമസ്. അതും സർക്കാരിന്റെ എതിർപ്പുകൾ മറികടന്നുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമനമാണ്. അതും കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിപ്പോൾ റദ്ദാക്കാനാവില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ശ്യാം ദേവരാജ്, ഡോക്ടർ സിസ തോമസിന്റെ നിയമനം ഗവർണറുടെ നിയമനമാണ്. ആ ഗവർണറുടെ നിയമനത്തിനെതിരെ സർക്കാരിന് ഒരു ഉദ്യോഗസ്ഥയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഒരാനുകൂല്യങ്ങളും അങ്ങനെ സർക്കാരിന് തടഞ്ഞു വെക്കാനാകില്ല. മാത്രമല്ല, ഇത് ജീവനക്കാർ വിരമിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് നൽകാനുള്ള ബാധ്യതകൾ സർക്കാർ കണക്കുകൂട്ടുകയും അക്കാര്യം വിരമിക്കുന്നതിന് മുൻപ് തന്നെ കണക്കുകൂട്ടി അത് നൽകുകയും വിരമിക്കുന്ന ദിവസം നൽകുകയും വേണമെന്നാണ് ഹൈക്കോടതി നേരത്തെ വാക്കാൽ നിരീക്ഷിച്ചിരുന്നത്. അക്കാര്യം തന്നെയാണ് വിധിന്യായത്തിലുമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിസ തോമസിന് ആശ്വാസകരമായ ഒരു നിലപാട് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇങ്ങനെ തന്നെ ഒരു വിധി ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. കാരണം സിസ തോമസിന് അനുകൂലമായാണ് ഹൈക്കോടതി ആദ്യ ദിനം മുതൽ ഈ കേസിൽ ആദ്യം പരിഗണിക്കുമ്പോൾ മുതൽ തന്നെ നിലപാടെടുത്തത്. അങ്ങനെ നിലപാടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സർവകലാശാലയുടെ VC ആയിരുന്നു നേരത്തെ സിസ തോമസ്. സിസ തോമസിനെ അന്ന് ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അത് സർക്കാർ നൽകിയ പാനലിന് പുറത്തു നിന്നാണ്. സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത്തരമൊരു നിയമനം നടത്തിയത്. ഇതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രകോപിപ്പിച്ചത്. പ്രത്യേകിച്ചും സർക്കാരിന്റെ അനുമതി തേടാതെയാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായാണ് സിസ തോമസ് അന്ന് ആ സ്ഥാനം ഏറ്റെടുത്തതെന്നായിരുന്നു സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിസ തോമസിനെതിരെ അച്ചടക്ക നടപടിയടക്കം നേരത്തെ സർക്കാർ കൈക്കൊണ്ടിരുന്നതും. ഈ അച്ചടക്ക നടപടികളെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. എങ്കിലും അങ്ങനെ റദ്ദാക്കിയെങ്കിൽ പോലും സിസ തോമസിന് ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി സർക്കാർ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് സിസ തോമസ് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി ഇപ്പോൾ സിസ തോമസിന് ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർ സിസ തോമസിന് ആശ്വാസമായ ഹൈക്കോടതി വിധി ആണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,